ഹലോ മൈ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു മാസ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് നമ്മുടെ പഴയ ചുരിദാറിൽ നിന്ന് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തൊന്നും പോയി വാങ്ങിക്കൊന്നും വേണ്ട ക്ലോത്തുകൾ. അപ്പം നമുക്ക് അത് കോട്ടൺ ബ്ലെൻഡോ ആയാൽ ഒത്തിരി നല്ലതാണ്. അപ്പം നമുക്ക് ഈ ചുരിദാർ ഞാനിങ്ങനെ എടുത്തു. ഈ ചുരിദാറിൻ്റെ ഈ ബോട്ടം പാർട്ടില്ലേ, ഈ ബോട്ടം പാർട്ടാണ് നമുക്ക് വേണ്ടിയത്. ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ടു. എന്നിട്ട് നമ്മൾക്ക് ഈ പാർട്ടില്ലേ, ഇതങ്ങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് വെട്ടണം. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിത് തയ്ക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിങ്ങനെ വെട്ടി മാറ്റി വയ്ക്കാം. വേണ്ട, ഇതിപ്പോൾ ഞാൻ ആ സ്ട്രിങ് ഞാൻ വെട്ടി മാറ്റി വെച്ചു. ആ ചുരിദാറിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ തുണി ഒന്ന് തിരിച്ചിട്ട് രണ്ടായിട്ട് മടക്കി ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൊണ്ട് വരാം. ഞാൻ അയൺ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നോക്കിക്കേ, ഇത് ഉണ്ടോ, ഇതിങ്ങനെയാണ് നമ്മൾ മടക്കിയിരിക്കുന്നത്. ഇങ്ങനെ മടക്കി നീളത്തിൽ ഇങ്ങനെ മടക്കി, ഇവിടെ ഫോൾഡ് ഉണ്ട്, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത എഡ്ജാണ് ഇത്. നമ്മുടെ ക്ലോത്ത് ഇങ്ങോട്ട് കിടക്കുന്നത് നമ്മുടെ ഈ അറ്റത്തുനിന്ന് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ വേണ്ടത് നമ്മൾ ഇവിടുന്ന് 7 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിക്കുക. അപ്പം നമ്മളിങ്ങനെ വരച്ചു. ഇവിടെ 10 ഇഞ്ച്, ഇവിടെ 10 ഇഞ്ച്, ഇവിടെ രണ്ട് സ്ഥലത്തും 7 ഇഞ്ച്. ഇനി നമ്മൾക്കിത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഈ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്യുക. അപ്പം നമ്മൾ 10 ഇഞ്ചും 7 ഇഞ്ചുമായിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ പീസ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരാം. ഈ രണ്ട് സൈഡും നമുക്ക് തയ്ക്കുക. ഇവിടെ കുറച്ച് ഭാഗം തയ്ക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തയ്ക്കാൻ പ്ലാനുള്ളവർ കൈ കൊണ്ട് തയ്ച്ചോളൂ, കുഴപ്പമില്ല, പെട്ടെന്ന് തീരും. ഈ രണ്ട് സൈഡും തയ്ക്കുക. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. ഫോൾഡ് സൈഡ് ഇവിടെയുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പണിങ് അല്ല, നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആണ്. അവിടെയല്ല നമുക്ക് തയ്ക്കേണ്ടത്. 7 ഇഞ്ചിൻ്റെ സൈഡ് നമുക്കൊന്ന് മെഷീനിൽ തയ്ച്ചുകൊണ്ട് വരാം. മെഷീനില്ലാത്തൊരു കൈ കൊണ്ട് തയ്ക്കാം. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഇട്ടിട്ടുണ്ട് കൈ കൊണ്ട് തയ്ക്കുന്ന മാസ്കിനെ കുറിച്ച്. അപ്പോൾ അതുപോലെ നിങ്ങൾ കൈ കൊണ്ട് ഇവിടെ ഒന്ന് തയ്ച്ചാൽ മതി. അപ്പം നമ്മളൊരു 4 ഇഞ്ച് അകലത്തിൽ നമുക്ക് തയ്ക്കാം. അപ്പോൾ ഒരു സൈഡ് തയ്ച്ചു, നമുക്ക് മറ്റേ സൈഡും കൂടി തയ്ക്കാം. ഇനി നമ്മൾക്കുള്ളത് ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് ഫോൾഡാണ്. അപ്പം ഈ ഒരു സൈഡിൻ്റെ നമുക്ക് കുറച്ച് ഭാഗം ഒരു 3 ഇഞ്ചൊക്കെ ആകുമ്പോൾ നിങ്ങൾ നിർത്തുക. എന്നിട്ട് ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് തയ്ക്കാം. അതായത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. നമ്മുടെ നല്ല വശം എടുക്കണ്ടേ. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഇൻസൈഡ് നമുക്ക് ഔട്ട് സൈഡിലോട്ട് കൊണ്ടുവരാം. ഇതുപോലെ കൊണ്ടുവന്ന്
നമുക്ക് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഈ ഓപ്പണിംഗ് സൈഡ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ 7 ഇഞ്ചിൻ്റെ സൈഡിലെ അതൊരു ഇനി നമ്മളൊരു 3/4 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് മടക്കണം. 3/4 ഇഞ്ച് അതുപോലെ ഇതിൻ്റെ വീതി ഒരു 3/4 ഇഞ്ചിൽ വരത്തക്ക വിധത്തിൽ നമ്മൾ മടക്കി 7 ഇഞ്ച് വരുന്ന 7 ഇഞ്ചിൻ്റെ സ്ഥലമില്ലേ അവിടെയാണ് നമ്മൾ 7 ഇഞ്ച് രണ്ട് സൈഡിലും ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒന്ന് മടക്കണം. ഇതിൻ്റെ വിളിമ്പിൽ കൂടി ഇതിൻ്റെ എഡ്ജിൽ അതിൽ കൂടി തയ്ച്ച് വരണം. അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ചെയ്യാം. ട്വൻറ്റി ഇഞ്ച് നമ്മൾ ഈ സ്ട്രിങ് ഇല്ലേ നമ്മുടെ സ്ട്രിങ് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ എടുക്കുക. വെച്ചിരിക്കുന്ന സ്ട്രിങ് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇത് കട്ട് ചെയ്തില്ല. എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ 10 ഇഞ്ച് വരും. അപ്പോൾ ഇത് 10 ഇഞ്ചുണ്ട് ഒരു സ്ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ സേഫ്റ്റി പിൻ ഊരിയിട്ട് ഇത് കണ്ടോ നമ്മൾക്ക് ഈ രണ്ട് സൈഡും കൂടി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മെഷീനിൽ തയ്ച്ചെടുക്കാം. ഇല്ലെങ്കിലും മെഷീൻ ഇല്ലാത്തവരും ഇങ്ങനെ സൂചി നൂലും കൊണ്ട് നമുക്ക് ഈ രണ്ടറ്റവും കൂടി യോജിപ്പിച്ചിട്ട് വരാം. ഇതിങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുക. മെഷീനിലാണെങ്കിലും കൈകൊണ്ടാണെങ്കിലും അത് ഒരു വശത്തുനിന്ന് നമ്മൾ ഇതിങ്ങനെ വലിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത സ്ഥലമില്ല അത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കോളും. റെഡിയായി. അപ്പം നമ്മൾക്കിത് N95 മാസ്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മാസ്കോ ഒന്നുമല്ല, കൊറോണ വൈറസിനെ ഒന്നും ഇത് തടയത്തില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾക്കും ഒരു പ്രൊട്ടക്ഷൻ, മറ്റുള്ളവർക്കും ഒരു പ്രൊട്ടക്ഷനാകും ഇത്. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ സൈസ് ഇച്ചിരി ചെറുതായിട്ടൊക്കെ തയ്ച്ചാൽ മതി. ഇത് ഒരു 5 മിനിറ്റ്സ് പോലും നമുക്ക് ശരിക്കും വേണ്ട. ഇത് നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു.